ഗോയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിസ്മൻ ഹാബ്. നമ്മളുടെ എൻ്റെ വീട്ടിൽ ഞാൻ കുറേ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് നോമ്പായപ്പോൾ ഞങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങിയതാണ്. അതിൽ കുറേ സാധനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പാഷൻ ഫ്രൂട്ട് കഴിച്ചു. പിന്നെ പാഷൻ ഫ്രൂട്ട് മുട്ടിട്ട് മുട്ടിനെ കാണിച്ചേ. ഒരു മുട്ട് കുറേ മുട്ടുണ്ട്, അപ്പുറത്തുണ്ട്. ഇത് ബത്തക്ക. ഞാൻ മഞ്ഞ ബത്തക്ക, തണ്ണിമത്തനാട്ടോ. കാണുന്നില്ലല്ലോ തണ്ണിമത്തൻ. മാങ്ങ ഉണ്ടായിക്കണ്, പാഷൻ ഫ്രൂട്ട് ഉണ്ടായിക്കണ്, റംബുട്ടാൻ ഉണ്ടായിക്കണ്, ചിക്കുണ്ടായിക്കണ്. ഇപ്രാവശ്യം അടിപൊളിയാണ് നമ്മുടെ റംബുട്ടാൻ. ഇത് കുറച്ചുകൂടെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അല്ല് വരുമ്പോൾ പറിക്കായിരുന്നു. നമ്മൾ അല്ല് വരുന്നുണ്ട്. അല്ലിനെ ചിലവർക്ക് അങ്ങനെ അറിയില്ല. എൻ്റെ ഒരു ഈദ് മുബാറക്കിൻ്റെ വീഡിയോ ഉണ്ട് കുറച്ച് മുമ്പത്തെ. ഈ പ്രാവശ്യം ഫ്രൂട്ടുമ്പോൾ കായ് ഉണ്ടായില്ല കേട്ടോ. അതുമല്ലേ കായ് ഉണ്ടായിട്ടുള്ളൂ. അതിനുമ്പ മീനിൻ്റെ വേസ്റ്റ് ഒക്കെ ഒഴിച്ചു കൊടുക്കണ്ടേ. അതുപോലെ ഉണ്ടായിക്കോളും 2 ദിവസം കഴിയുമ്പോൾ. ഇതൊക്കെ വാപ്പിച്ച് വയലറ്റ് നട്ടതാന്ന് തോന്നുന്നു. വാപ്പിച്ചാണ് ഇതൊക്കെ നട്ടതില്ലേ. പാഷൻ ഫ്രൂട്ടിൻ്റെ അത് വള്ളി കയറിയതുകൊണ്ട് കായ് കുറവാണ് റംബൂട്ടാനിൽ. അപ്പുറത്തെ ഭാഗത്തുണ്ട് കുറച്ച്. ഇതാണ് കടിച്ചക്കമ്മ കായ് ഉണ്ടാകുന്നുണ്ടോ. കടിച്ചക്ക ഇവിടുന്ന് മാറ്റേണ്ടി വരും. അവിടെ ടോയ്ലറ്റ് ഉള്ളതുകൊണ്ട്. ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് വേര് പോയാലേ നോക്കുമ്പോൾ നമുക്ക് കൃഷി സ്ഥലത്തേക്ക് പോകാം. ഇവിടെ ആൾക്കാരുണ്ട്. ചിക്കു ഇവിടൊക്കെ പുല്ല് നിറഞ്ഞ് കാടായിരിക്കും. ചെടിയും കുറേ ഉണ്ടായിരിക്കും. ചിക്കു അതാ ഇവിടെ ഞങ്ങളത് പറിച്ചിട്ടു. പേരക്കമരതാ വലുതായി. പേരക്കമ്മ കായ് അയക്കണ. പേരക്ക വലിയ വിഭവിച്ചില്ലേ. കായാവാനായില്ല. ചീരാപ്പറങ്കിൻ്റെ പറിച്ചു. അതാ നിറച്ചും പൗത്തെടുക്കണം. നമ്മളെ ചീരാപ്പറങ്കി പറിച്ചിട്ട് ഇഷ്ടമല്ലേ. പറിച്ചു കൈമിലൊക്കെ ഉണ്ട് പറിക്കാൻ. ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടാപ്പാപ്പൻ്റെ മാവ് പൂത്തോ. നമ്മളെ പയറൊക്കെ ഉണ്ടായോ ഉണങ്ങിപ്പോയോ. പയറിടെ പിന്നെ പയറുമ്പോൾ കായ് ഉണ്ടായിക്കോ.